تقبل الله منا ومنكم عيد مبارك علينا وعليكم. 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 മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടാൻ പാടില്ല. തഖ്വ എന്നത് ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാകണം എന്നാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീനാ ദൃഢനിശ്ചയമുള്ള സംശയമില്ലാത്ത മരണം വരുന്നതുവരെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് മറ്റു ഇബാദത്തുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് റമളാനിൽ നമ്മൾ നേടിയ തഖ്വ നശിപ്പിച്ചു കളയരുത്, പുണ്യങ്ങൾ നശിപ്പിച്ചു കളയരുത് എന്നാണ് ആമുഖമായി നമ്മൾ പഠിക്കേണ്ടത്. ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ ജീവിത അവസാനം വരെ 5 വഖ്ത് നമസ്കാരം നമ്മൾ റമളാനിൽ ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ നോമ്പ് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഒരുപാട് സ്വതക്ക കൊടുത്തു. നമ്മൾ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഈ റമളാനിന്റെ ഈ താല്പര്യമുണ്ടല്ലോ അടുത്ത ളുഹർ നമസ്കാരത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. റമളാനിൽ മാത്രമല്ല ജമാഅത്ത്, റമളാനിൽ മാത്രമല്ല സ്വതക്ക, റമളാനിൽ മാത്രമല്ല രാത്രി നമസ്കാരം. ജീവിതത്തിൽ ഈ സൂക്ഷ്മത എല്ലാ സമയത്തും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാവ് നമ്മുടെ അമലുകൾ തകർത്ത് കളയും. നാവ് മൂലം നമുക്ക് നരകത്തിൽ പോകേണ്ട അവസ്ഥയുണ്ടാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആരാണ് പാപ്പരായവർ നിങ്ങൾക്കറിയാമോ? ആലു സഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമുൻ വലാ ദീനാർ. നബിയേ, ദിർഹമുകളില്ലാത്ത ദീനാറുകളില്ലാത്തവരല്ലേ മുഫ്ലിസീങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല, മറിച്ച് മുഫ്ലിസീങ്ങൾ പരലോകത്ത് വരുന്നത് നമസ്കാരവുമായിട്ടായിരിക്കും, നോമ്പുമായിട്ടായിരിക്കും, സക്കാത്തുമായിട്ടായിരിക്കും. ഒരാളെ കുറിച്ച് ആരോപണം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ, നമ്മുടെ കൈ കൊണ്ട് ഒരാളെ തല്ലിയാൽ, ഒരാളുടെ സമ്പത്ത് നമ്മൾ മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ, ഒരാളുടെ രക്തം നമ്മൾ ചീന്തിയാൽ, നമ്മുടെ അമല് സ്വാലിഹാത്തുകൾ ആ മനുഷ്യനിലേക്ക് കൊടുക്കുകയും നമ്മുടെ അമലുകൾ സ്വാലിഹാത്തുകളായ അമലുകൾ കഴിഞ്ഞാൽ നമ്മൾ ആരെ ചീത്ത വിളിച്ചോ, ആരെ കുറിച്ച് പരദൂഷണം പറഞ്ഞോ, ആരെ കുറിച്ച് നമീമത്ത് പറഞ്ഞോ, അവരുടെ അമലുകൾ എല്ലാം കഴിയുമ്പോൾ അവരുടെ തിന്മകളാകുന്ന അമലുകൾ നമ്മുടെ മേൽ അല്ലാഹു നിക്ഷേപിക്കുകയും. تقبل الله منا ومنكم عيد مبارك علينا وعليكم. تقبل الله منا ومنكم